സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കുന്നില്ല. ഒരാധാരം അച്ഛൻ അവിടെ കൊടുക്കുന്നു, ഇത് അച്ഛൻ്റെ കൊടുക്കണം, ആധാരം അച്ഛൻ്റെ കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു നാട്ടിൽ വരുവാണെങ്കിൽ കുഞ്ഞിന് ബാക്കിയും പെരയുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. 18 വയസ്സാകുന്നവരെ അവനെ ദൈവം കാക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അച്ഛന് ആയുസ്സും ആരോഗ്യമോ കലങ്ങൾക്ക് ബലവും തരട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അമ്മച്ചി ഇത്രയും നല്ല മകനാക്കി വളർത്തി നല്ല രീതിയിൽ മനുഷ്യരെ സ്നേഹിക്കാനും എല്ലാവർക്കും സഹായിക്കാനും എൻ്റെ ആ മകനെ വളർത്തിയ വലുതാക്കിയ അമ്മച്ചിക്കും അമ്മച്ചി മോൻ്റെ കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ അച്ഛൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇന്നിങ്ങനെ ഒരു മേളയ്ക്ക് പോകാൻ 10 വയസ്സായി, ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവായിട്ടില്ല. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മ അച്ഛനും മരിച്ചുപോയി എന്ന് അച്ഛായം അറിയില്ല, എൻ്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അവനെ അങ്ങനെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ അച്ഛനും വരാൻ കൂടെ വരാൻ ഒരുങ്ങിയതാണ്. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ട് പോയി അവൻ്റെ ആധാരം അവൻ്റെ അച്ഛനെ കൊടുക്കണം എന്ന് പറഞ്ഞ് അവൻ ഇന്നലെ അത് കണ്ടതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു വിട്ടതാണ്. ശരി, അച്ഛൻ ആയുസ്സും ആരോഗ്യവും ഈ സഹപ്രവർത്തകർക്കും നല്ല രീതിയിൽ ഇതിലെല്ലാം പങ്കെടുക്കുവാനും പ്രവർത്തിക്കുവാനും ആയുസ്സും ആരോഗ്യവും ജഗദീശൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.